ഹലോ ഹലോ, ഇത് വിജീഷ് മന്മഥന്റെ നമ്പർ അല്ലേ? അതെ. ഞാൻ മുഹമ്മദ് എസ് ഐ ഷറഫുദ്ദീനാണ് വിളിക്കുന്നത്. തന്റെ പേരിൽ ഒരു മിസ്സിംഗ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടല്ലോ വിജീഷേ. ഹലോ 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 വിജീഷേ. പോലീസാണോ? ഒച്ചയിലിട്ട്. ഹലോ ഹലോ, എടോ ഇത് വിജീഷ് അല്ലേ? ഞാൻ അരവിന്ദൻ, BRS പ്രവർത്തകൻ. BRS അല്ലേ? എനിക്കറിയത്തില്ല. ഹലോ, കാര്യം അറിയാലോ, സംഗതി കേസായിട്ടുണ്ട് സുഹൃത്തെ. അറിയാം സാർ. ഞാൻ അദ്ദേഹത്തിന്റെ വീട് തന്നെയുള്ളത്. ഒരു ചെറിയൊരു മധ്യസ്ഥത. ആ പയ്യനെങ്ങനെ? അവനാണോ ആ പെണ്ണിനെ മാറ്റി വെച്ചിരിക്കുന്നത്? ഹലോ എടോ, ആ പയ്യൻ ഇന്നസെന്റ് ആണോന്ന്? അവൻ പാവാണെന്നാ കേട്ടത്. അപ്പൊ പയ്യനെ ഞാനിന്ന് പൊക്കും. താങ്കൾ വെറുതെ ഇടപെടാൻ നിൽക്കണ്ട കേട്ടോ. പിന്നെ നിങ്ങളുടെ ആൾക്കാരോട് വെറുതെ വിഷയാക്കല്ലെന്ന് പറ. പ്രേമക്കേസിന്റെ പേരിൽ നാട്ടുകാർ തമ്മിൽ അടിയായ കേസ് മാറുവേ. പിന്നെ പറഞ്ഞില്ലാന്ന് വേണ്ട. അറിയാം സാർ, ഞാൻ നോക്കിക്കോളാം. അപ്പൊ അവനോടൊന്ന് സ്റ്റേഷനിലേക്ക് വരാൻ പറ കേട്ടോ. ഓ സാർ, ശരി, പറയാം. നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ SI എനിക്കറിയാം, പുള്ളി പ്രശ്നക്കാരനാ. അതുകൊണ്ട് ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട. ആ SI ഇനി ഞാൻ സ്റ്റേഷനിൽ പോണം. നിനക്ക് വേണ്ടിയൊക്കെ നിർത്തിക്കോണം, എല്ലാം നിർത്തിക്കോണം. അല്ല അണ്ണ, അണ്ണനാ അച്ഛൻ, നിന്റെയൊക്കെ തന്ത. എടാ പന്നിയുടെ മക്കളെ, കുറച്ചു മുമ്പ് ഈ മംഗളം കിടക്കുന്ന ഒച്ച വെച്ചപ്പോ ഉണ്ടംപോരി വിഴുങ്ങിയ പോലെ എനിക്ക് മാറി നിൽക്കേണ്ടി വന്നു. അതിന് കാരണക്കാരൻ നീയൊക്കെയാ. കള്ളിനും കണ്ണം തിരിവിനും എന്തിനെ നിന്റെയൊക്കെ പ്രേമത്തിന് പോലും ഒരു കൂട്ടുകാരെ പോലെ കൂടെ നിന്നിട്ടില്ലേ? മാറിക്കണം. എന്നിട്ടും കുറച്ചു നേരത്തേക്ക് എന്റെ മക്കളെല്ലാം അങ്ങ് മറച്ചു. നാട്ടിലുള്ള സാധനം ആരോട് നിനക്കൊക്കെ തണ്ടാം. അതായത് ഉണ്ടാക്കി തന്തോടെ പറയല്ല. ഞാൻ അറിയാത്ത കാര്യമാണ്. എല്ലാരും പറയുന്ന പോലെ അണ്ണനും കൂടെ പറയല്ലേ. എടാ ഒരു മണിക്കൂർ കൊണ്ട് തീരേണ്ട കാര്യമാണ് നിന്റെയൊക്കെ പോഴത്തിന് കാരണം ഇത്ര വലുതായത്. ഇനി ഇതിന്റെ വരുമ്പരായികളല്ല നിങ്ങളായിട്ട് തന്നെ അങ്ങനെ ചോദിച്ചോണം. ഇറങ്ങിക്കോണം ഇവിടുന്ന്. പെണ്ണ് കേസും പോലീസ് കേസും രണ്ടും കൂടെ എടുക്കാൻ എന്നെ കൊണ്ട് പറ്റിയല്ല. രണ്ടും ഇറങ്ങിക്കോ. അതെന്ത് വർത്താനാണ് അത്? അവരെങ്ങോട്ട് പോകാനാ? അവര് പ്രേമിക്കട്ടെന്ന്. നിങ്ങൾ തമ്മിൽ ആത്മബന്ധമൊക്കെ വേണ്ടേ? ഞാൻ നിനക്ക് പ്രാന്താന്ന് ഞാൻ വിചാരിക്കില്ല. അടിച്ചിട്ട് കണ്ണുകൂട്ടി ഞാൻ പോയി. ഞാൻ പറഞ്ഞല്ല, ഞാൻ പറഞ്ഞു. അതെ, എല്ലാ പ്രശ്നവും തീർത്തിട്ട് എന്റെ പുറത്തോട്ട് കയറിയാൽ മതി. ഇറങ്ങി പൊക്കോ. ഇതൊക്കെ നേരത്തെ ചെയ്യണ്ടായിരുന്നു. നിന്നോട് ഞാൻ ചോദിച്ചാന്ന് മിണ്ടി പോരുത്. ഉണ്ടാക്കാൻ വന്നു. എടാ ഞാൻ നിനക്ക് ഇപ്പൊ ആണോ? നീ കൂടെ എന്നെ മറ്റേതാക്കരുത്. ഇതിക്കുള്ളിൽ എന്നാ ആക്കാനാ? വിളിച്ചോണ്ട് പൊക്കാൻ തറേ. എന്താ നിന്റെ അനിയത്തിനെ കെട്ടിച്ചു കൊടുക്കണ്ട? അതെന്നാ കോപ്പിലെ വർത്തമാനാണ് നീ പറഞ്ഞത്? എന്താ കോപ്പില് വർത്താനം? എന്റെ പെങ്ങളെ പറയണ നീ? അല്ല, എന്റെ അനിയൻ നന്നായോ എന്ന് അന്വേഷിക്കണായിട്ട് പോയി വെച്ചു. നിന്റെ അനിയത്തില്ലേ ആ ജയശ്രീ, അവളെ കെട്ടിക്കാറായിരുന്നു. എന്തോന്ന്? ഒന്ന് പോയടാണ് ജയറാമാ. പോയില്ലേ നീ എന്നെ കടിക്കൂ? ഞാൻ കടിക്കും. നീ കടിക്കോ? എന്നെ കടിക്കോ നീ? ചെകളപ്പം തീർത്തിട്ടുണ്ടല്ലോ, നല്ല പൊത്ത് മേടിക്കും നീ. രാവിലെ ആളെ എന്റെ പൊന്നു മോനെ, ആ വിളവാക്കി അങ്ങ് വീട്ടിൽ ചെന്ന് പറഞ്ഞാ അവൻ ഓൾറെഡി പൊട്ടി നിൽക്കുക. ഞങ്ങളെ പണി നോക്കാൻ ഞങ്ങൾക്കറിയാം. ഉണ്ടാക്കാൻ വരണ്ട. അതെ, ഞങ്ങൾ ഇപ്പൊ വിളിച്ചു കഴിഞ്ഞാൽ പോലീസുകാർ കേൾക്കുമെന്ന് അവനോടൊന്ന് പറഞ്ഞേറ് കേട്ടോ. അതെ, ഞങ്ങളുടെ പണി നോക്കി. അൻസാറെ ഒരു കാര്യം പറഞ്ഞേക്കാം, അവനോട് ചെവിക്ക് കൊടുക്കണം. രാവിലെ കടിമൂത്തറിയിക്ക കടിക്കാൻ ആളെ കൂടെ മേടിച്ചിട്ട് സ്റ്റാൻഡേർഡിൽ പോടാ, കടിക്കാൻ പാലുണ്ടാവില്ല. ചേച്ചി ഒരു ഗ്ലാസ് പാല്. നീ ഈ ആളും തരും നോക്കി എന്റെ കൂടെ പഠിച്ചോളാ പന്നി. വേറെ പാർട്ടി എന്നിട്ട് ആൾക്കാരെ ഉപദ്രവിക്കാൻ ഇറങ്ങിക്ക. ഒരു സീനുണ്ട്. രാമേട്ടൻ വിളിച്ചിരുന്നു. അരൂർ പാലത്തിലൂടെ പണിയെടുക്ക വണ്ടി കയറാ. നിന്റെ ഷർട്ട് മോശമായില്ല, ആൾക്കാരുടെ മോശമല്ലേ? അതിന് നിന്റെ അല്ലേ? വണ്ടി കയറും. ഒന്ന് ബസ്റ്റ് ഒന്ന് അണ്ണാ. അതെ, നമ്മുടെ അരൂര് പാലത്ത് നിന്നൊരു പെണ്ണ് വെള്ളത്തിൽ ചാടിയിട്ടുണ്ട്. ഇപ്പം സ്റ്റേഷനിൽ നിന്ന് ഫോൺ വന്നാ. ദൈവമേ, ഉദ്ദേശിച്ചതായല്ലോ. ആയിക്കോട്ടെ സാറേ. എന്നാ സാറേ വിഷയം? അപ്പോ കക്കൂസ് പൊളിച്ചോ? റിസൾട്ട് ഉറപ്പാ. ശരിക്കും നിന്റെ കല്യാണം തന്നെയാണ് ഇന്ന് കഴിയണ്ടേ?
അല്ലേ? അതാണ് ബസ് സ്റ്റാൻഡിലൊക്കെ അണ്ണന്റെ തോപ്പിലെ പിള്ളേർ നോക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. ഡിങ്കും വിളിച്ചോ പറഞ്ഞതേ പാലക്കാട് തൃശ്ശൂർ റൂട്ടിൽ നിന്നാണ് അവിടെ ലാസ്റ്റ് ലൊക്കേഷൻ കിട്ടിയതാ. അതൊക്കെ കുറെ മുമ്പല്ലേ? അവളിപ്പോഴും സ്വിച്ച് ഓഫ് ആണോ? അളി ഞാനൊരു കാര്യം ചോദിക്കട്ടെ, അവളെ കയർ കമ്പനിയിലെ വർക്ക് ചെയ്യുന്നേ? അവളവിടെ അക്കൗണ്ട് നോക്കുന്നു. ഭയങ്കര സാമ്പത്തിക ബുദ്ധിമുട്ടുള്ള കൊച്ചാണെന്ന് തോന്നുന്നു. അവിടെ നിന്ന് മുങ്ങിയപ്പോ 10,000 രൂപ എടുത്തോണ്ടാ മുങ്ങി. അവിടത്തെ പയ്യന്മാര് പറഞ്ഞു. പയ്യന്മാരൊക്കെ അറിഞ്ഞില്ലേ? പേടിക്കണ്ട, അത് നമ്മുടെ സീക്രട്ട് വാട്സപ്പ് ഗ്രൂപ്പിൽ വന്നതാ. ആരാ? ഹലോ അണ്ണാ. എടാ അത് എരമല്ലൂർ കണ്ടുള്ള ഒരു പെണ്ണ. വിജിക്കുട്ടിന് എന്തിയടാ? അവനെവിടെയുണ്ട്? ഡ്രസ്സൊക്കെ മാറിട്ട് അയ്യോ കുറിച്ചൊക്കെ കുട്ടപ്പനായിട്ട് നിൽക്കുന്നുണ്ട്. എനിക്കതല്ല, ഈ പറഞ്ഞ പെണ്ണെവിടെ പോയി കിടക്കണേണ്? ഞാൻ വിളിക്കാം. ഇതെന്തിനാ? എന്താണ്? ഒന്നുമില്ല, കൊട്ടയിലും കൊള്ളുകയിലും ഓണത്തിലും കൊള്ളാത്ത ഏർപ്പാടായി. എത്രയാടാ പോയിത്തറ? 30 ഇതാ എന്നാ കേറേ. എങ്ങോട്ടാ നീ? എങ്ങോട്ടെങ്കിലും പോവാം. അവൻ പ്രാർത്ഥിക്കാണ്. പോയിക്ക, അവൻ വിശ്വാസിയൊന്നുമല്ല. ഹീസ് ദ ബ്യൂട്ടിഫുൾ എത്തിയസ്റ്റ്. എന്താ ഇത്? അല്ല മണിയേട്ടാ, അമ്മാവൻ പറഞ്ഞുകൂടെ ആളൊക്കെ കൂടുന്നതല്ലേ, അപ്പൊ ഇതിന് വെട്ടവും വിളിച്ചൊക്കെ വേണ്ടേ? എന്നൊരു പന്തലും കൂടി ഇട്ട് വെള്ളയും പിരിക്കടാ. അയ്യോ അത് പറഞ്ഞു. ഇവിടെ ആരെങ്കിലും ചത്ത പന്തലും പിരിച്ച് ഇവിടെ വന്നേ. നമ്മുടെ കുഞ്ഞി ചത്ത, നമ്മുടെ കുഞ്ഞി ചത്തല്ല. അവളെ കുറച്ചു നേരം കാണാനില്ലെന്ന് പറഞ്ഞാൽ ഇല്ലാതാവോ? ഇല്ലാതാവും. ഈ വീട്ടില് അങ്ങനെ അവനൊന്നും അവളൊന്നും എനിക്ക് വേർതിരിവുണ്ടായിരുന്നോ? എടി വേർതിരിവ് ഈ വീട്ടിലുണ്ടായിരുന്നോന്ന് പറ. ഉണ്ടായിരുന്നില്ല. ഈ വീട്ടിലുണ്ടായിരുന്നില്ല. അതാണ്, അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നില്ല. അത് പോട്ടെ, ഇവിടെ എല്ലാവർക്കും അഭിപ്രായ സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നില്ലേ? എനിക്ക്, നിനക്ക്, മക്കൾക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നില്ലേ? ഉണ്ടായിരുന്നു. വീട്ടിൽ അഭിപ്രായ സ്വാതന്ത്ര്യം. ഇവിടെ കമ്മ്യൂണിസ്റ്റ് ഇല്ലേ? കമ്മ്യൂണിസ്റ്റ് ഉണ്ടായിരുന്നില്ലേ ഈ വീട്ടിൽ? എടി രാധാമണി, കമ്മ്യൂണിസ്റ്റ് ഉണ്ടായിരുന്നില്ലെന്ന്? ഉണ്ടായിരുന്നു. ഇവിടെ കമ്മ്യൂണിസ്റ്റ് ഉണ്ടായിരുന്നു. ഇതിന്റെ ഇടയിൽ ആ തന്തയില്ലാ ചെറുക്കൻ ഇവിടെ വന്നു കയറിപ്പോയത് ഞാൻ അറിഞ്ഞില്ല. നീ അറിഞ്ഞോ? ഇല്ല, നമ്മൾ ആരും അറിഞ്ഞില്ല. അവൻ വന്നു കയറിപ്പോയത്. അതെ, ഇത് നമ്മുടെ വീടല്ലേ? ഇത് എന്റെ വീടാണ്. അറിയാമോ? എന്റെ വീടാ. അതെ, ഈ ആൾക്കാരൊക്കെ ഇങ്ങനെ കൂടിയിരിക്കണ എന്തിനാണെന്ന് അറിയാമോ? കണ്ടവന്റെ സങ്കടം കണ്ടിട്ട് കുളിര് കോരാൻ വേണ്ടി വന്നേക്കാണ്, സമാധാനിപ്പിക്കാൻ വേണ്ടി വന്നല്ല. ദൈവത്തെ ഓർത്ത് എന്റെ മോളുടെ ഭാവി കളയരുത്. എല്ലാരും കൂടി എന്റെ മോളുടെ ഭാവി കളയരുത്. ഇറങ്ങിപ്പോടാ, എല്ലാവരും ഒന്ന് ഇറങ്ങിപ്പോ. രാധാമണി, അങ്ങോട്ട് ചെന്ന് ചോദിക്ക്. എന്താണ് നമ്മുടെ റാണിമോളുടെ ഭാവി പോയടാ. നാട്ടുകാരെല്ലാരും അറിഞ്ഞു. അപ്പൊ കൊച്ചിനെ കാണണ്ടായി നാട്ടുകാർ അറിഞ്ഞില്ലെങ്കിൽ കൊച്ചിന് കുഴപ്പമൊന്നുമില്ല. നീ വിട്ടടാ. അങ്ങനെ നാട്ടുകാർ അറിഞ്ഞിട്ട് പോണ ഭാവിയാണെങ്കിൽ പോട്ടച്ചാ. കാണാതെ എന്റെ പെങ്ങളെ കൂടിയാണ്. എനിക്കറിയാം എന്താ ചെയ്യേണ്ടത്. വേണ്ടടാ.
എന്റെ മക്കളെ നീ എവിടെയാ?